ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഔട്ടിങ് വീഡിയോസ് ഒന്നും അല്ല. ദുബായിൽ 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലുള്ള ലൈഫൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് 3-4 ദിവസമായി. അപ്പം അന്ന് വരാൻ നേരത്തെ എടുത്ത വീഡിയോസൊക്കെയാണിത്. അന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശവും ഒന്നും കിട്ടിയില്ല. കാരണം വന്ന 2-3 ദിവസം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിങ്ങും പോസ്റ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പോൾ പിന്നെ ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ എടുത്തതാണ് കേട്ടോ. കാര്യം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം എടുക്കാൻ പറ്റിയ കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ മിക്സ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളവിടെ താമസിച്ചിരുന്ന ഞങ്ങളുടെ റൂം. കാര്യം റൂമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അവിടുത്തെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഏട്ടൻ ആദ്യം താമസിച്ചിരുന്ന റൂമിലോട്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ അതേപോലെ പിറ്റേ ദിവസം ഏട്ടനെ കൊണ്ടുവരേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടില്ല. എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടുകൂടി എല്ലാം ഒന്ന് റെഡിയാക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഏട്ടൻ ടാക്സി ബുക്ക് ചെയ്യാണ്. അപ്പം ഞാൻ എല്ലാം ഒന്നുകൂടൊന്നും നോക്കിയൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഇനി എന്നാൽ ദുബായിലേക്കെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ദുബായിയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണേ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടാക്സിയൊക്കെ വന്നു. അപ്പോൾ ഏട്ടൻ വലിയൊരു പെട്ടിയൊക്കെ ആയിട്ട് ഇതാ ഉരുട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. കൂടെ ഞാനും ഒരു കുഞ്ഞു പെട്ടി, എടുക്കാൻ വയ്യാത്തൊരു പെട്ടിയൊക്കെ ഉരുട്ടിക്കൊണ്ട് കയ്യിലൊരു ഫോണും ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പാടായിരുന്നു എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ അതുമായിട്ട് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ നിന്ന് നേരെ പോകുന്നത് ഷാർജയിലേക്കാണ്. കാരണം എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് ഷാർജയിൽ നിന്നാണ്. എയർ അറേബ്യയ്ക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ദുബായിൽ നിന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നുള്ള ഫ്ലൈറ്റിന് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഷാർജയിൽ നിന്ന് തന്നെയാണ്. ഞാൻ ദുബായിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കയറിയത്. അപ്പം അതുകൊണ്ട് വലിയ സീനില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ദുബായ് ബോർഡറായ അൽനാദ വരെ ടാക്സിയിൽ പോകാനായിരുന്നു ഫസ്റ്റ് പ്ലാനിങ്. പക്ഷേ അവിടുത്തെ ട്രാഫിക് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇനി ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഷാർജയിലുള്ള റോള വരെ ടാക്സിയിൽ പോയി. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നല്ല അട്രാക്റ്റീവ് ആയപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റിനെയൊക്കെ റെസംബ്ലൻസ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ബിൽഡിംഗ് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അവിടുത്തെ എന്തോ ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. എന്തോ കൺസൾട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു കൗൺസിലോ അങ്ങനെ എന്തോ ആണ്. സംഭവം എന്താണെന്ന് നമുക്ക് അടുത്തിരിക്കുന്ന ഡ്രൈവറോട് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ പുള്ളി നമ്മൾ കയറിയപ്പോൾ തൊട്ടേ ഫോണിലാണ്. നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരം പോലും തരാത്ത രീതിയിൽ പുള്ളി നല്ല രീതിയിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നമ്മളും എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉള്ളിലൊതുക്കി നമ്മളത് കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ ഷാർജയിലുള്ള ക്ലോക്ക് ടവറിൽ ഇറങ്ങി. കാരണം അവിടെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയോട് കുറച്ച് നേരം സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഞങ്ങൾക്ക് ഷാർജ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമുക്ക് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ്സിൽ ചെന്ന് ഇറങ്ങാമല്ലോ. അങ്ങനെ ആ ബസ്സിലിരുന്ന് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ക്ലബ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള എല്ലാ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ക്ലിയർ ആയിട്ടുള്ള രീതിക്കുള്ള വീഡിയോസൊക്കെ ഞാൻ ക്ലബ് ചെയ്തിട്ടുണ്ടേ.
അങ്ങനെ ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടോ. ഞങ്ങളെ അറൈവൽസിൻ്റെ അടുത്താണ് ബസ് ഇറക്കിയത്. അപ്പം ആദ്യം ഇറങ്ങിയപ്പം ഏട്ടന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെയാണെന്നുള്ളത്. ഡിപ്പാർച്ചർ കണ്ടുപിടിക്കാൻ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ. എവിടെയാണ് എന്നുള്ളത് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചോദിച്ചും പറഞ്ഞുമൊക്കെ നടന്നു പിടിച്ചു. അവസാനം കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പോകാനായിട്ട് നല്ല ടെൻഷനായിരുന്നു. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ തോന്നി. എനിക്ക് പോകണമെന്നേ ഇല്ലായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ വരാമെന്ന് വരെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി കോൺഫിഡൻ്റ് ഒക്കെ ആയി. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എയർ അറേബ്യയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറേ ആൻറ്റിമാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ടെൻഷനൊക്കെ കുറേ പോയിട്ടോ. കാരണം അവർക്കൊക്കെ ഒറ്റയ്ക്ക് വരാമെങ്കിൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വന്നാലെന്താ. അങ്ങനെ ഞാൻ എന്താ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്ത കുറച്ച് വീഡിയോസാണ്. ആ ക്രൗഡഡിൻ്റെ ഒക്കെ ഇടയ്ക്ക് വീഡിയോസ് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു സൈഡ് സീറ്റായിരുന്നു കേട്ടോ കിട്ടിയത്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ പ്രിഫറൻസ് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈഡ് വിൻഡോ സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വിങ് പോർഷൻ്റെ അടുത്ത് തന്നെ എനിക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ടേക്ക് ഓഫ് ഒക്കെ ചെയ്തു. ഇതാ നമ്മുടെ ഷാർജയുടെ ഒരു സ്കൈ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സൈഡിലുള്ള വിൻഡോയുടെ അവിടെ നിന്നല്ലായിരുന്നു. കാരണം അവിടുന്ന് മറ്റേ വിങ്ങിൻ്റെ ആ ഒരു സൈഡ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അപ്പുറത്തെ ജനലിൽ കറക്റ്റായിട്ട് വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. നോക്കിയപ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ, നമ്മുടെ സാറ്റലൈറ്റ് വ്യൂ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ലാഗ് അടുപ്പിക്കാണ്ട് ഞാൻ എല്ലാം ആഡ് ചെയ്തിടാം കേട്ടോ. അങ്ങനെ വെളുപ്പിനെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടോ. അപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുള്ള ഒരു കോലമാണ് ഈ കാണുന്നത്. അപ്പം ഇത്രയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ള വീഡിയോ ഒക്കെ വെച്ച് ഞാൻ ലാഗ് അടുപ്പിക്കാണ്ട് വീഡിയോ ആക്കിയതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.